അത്തരം പണികൾ കിട്ടിയിട്ട് പിന്നെ അവരെ കാണുമ്പോൾ പണി നല്ല മറ്റേ വലിയ പണിയൊന്നും ഇല്ല. അല്ല, അത്തരം പണികൾ കിട്ടി പിന്നീട് അവരെ കാണുമ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലായി. ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരിക്കലും. എന്തിനു ബുദ്ധിമുട്ട്? നമ്മളെ തലയിൽ കയറ്റാതിരുന്നാൽ മതി. നമുക്ക് കാര്യം മനസ്സിലായോ, നമ്മൾ പഠിച്ചോ, നമ്മുടെ കാര്യം നോക്കി മാറിക്കോളൂ അല്ലേ? ഇത്ര ചിന്തിക്കാറുള്ളൂ. ആ ചിന്താഗതി നല്ലതാണ്. പിന്നെ വന്നത് നേരത്തെ പറഞ്ഞ വന്നത് പരിചയമില്ലാത്തവർ നമ്മൾ കാണിച്ച് സ്നേഹം കാണിച്ചത് ഫേക്ക് ആയിട്ട് തോന്നും. അല്ല, ഞാൻ എന്റെ രീതിയാണ്. മറ്റേ സൈക്കോളജി പരിപാടി അറിയാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മറ്റേ ഭയങ്കര ബഹുമാനമൊക്കെ പിടിച്ച് ഭയങ്കര കാമൊക്കെ ആയിട്ട് ഇപ്പൊ ശ്യാം ഇരിക്കണ പോലെ ഞാൻ ഇരുന്നു. സത്യം, ഞാൻ ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ഓർമ്മ ഉണ്ടാകാൻ അറിയില്ല. ഫസ്റ്റ് ഞാൻ മറ്റേ ഫുൾ സിനിമ ഇത് എക്സ്ക്യൂസ് മീ, രണ്ടാം ദിവസം പോവാന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് വിളിച്ച് അല്ല, പക്ഷെ ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കൊള്ളാലോ പോകുമ്പോ പറയടാ, ഇപ്പൊ മറ്റേ പോണേണ്ട പറയണമല്ലോ നമ്മളെപ്പോഴും ഇറങ്ങി. ആ ഒരു വ്യത്യാസം, അങ്ങനെ ഓരോ അനുഭവങ്ങളാണ് എല്ലാവരും. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും സിങ്കാവും, ഈ ലൊക്കേഷനിൽ ഇത്രയും ഫണ്ണായിട്ട് തീരും. ഞാൻ വിചാരിച്ചിരുന്നു. എനിക്കറിയില്ലായിരുന്നല്ലോ. എനിക്കൊരു ഇതുണ്ടായിരുന്നു, എല്ലാരും അടിപൊളി ആൾക്കാരാണെന്നുള്ളൊരു സംഭവം. ഈവൻ ഇൻക്ലൂഡിങ് ഷാജോൺ ചേട്ടൻ, അംബരീഷ്, എല്ലാവരും ഉണ്ടല്ലോ, ബിനിച്ചേട്ടൻ, മുതിർന്ന ആളുകളും ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു മുതിർന്നതൊന്നുമല്ല. നമ്മള് കളിയാക്കുമ്പോ അവരും കൂടും നമ്മുടെ കൂടെ. അതെ, ഭയങ്കര രസമായിരിക്കും. അതെ അതെ ഒരുമിച്ചുള്ള ഊനൊക്കെ കളിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുന്ന ആളുകൾ വലുതാണ്. അല്ലേ, സ്മൂത്ത് ആയിട്ട് എല്ലാ പരിപാടികളും ഇങ്ങനെ. അതിൽ ആക്സിഡന്റിൽ ആ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി കഴിച്ച ബാക്കി എല്ലാം ഡീലായി. അല്ല, പക്ഷെ അതും അങ്ങനെ ആർക്കൊന്നും പറ്റാണ്ടൊക്കെ ഒന്നും അധികം മോശമായിട്ടൊന്നും പറ്റില്ല. റെസ്റ്റ് എടുത്ത് മാറിയത്. അതെ, എത്ര ആള് റെസ്റ്റ് എടുത്താണ്? ഒരു മാസം റെസ്റ്റ് എടുത്തു അല്ലേ? ഒരു മാസം നമ്മളുടെയും കൂടി സൈഡിൽ നിന്നുള്ളൊരു എന്താ പറയുക, ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. കാരണം എത്രയും പെട്ടെന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഫിസിക്കലി ആക്റ്റീവായിട്ട് പോവുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് പ്രിക്കോഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ 2 weeks ആണെങ്കിലും ചിലപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ അറിയാണ്ട് അത്രയും ദിവസം എല്ലാം കൺട്രോൾഡാണ്, നടക്കുന്നതൊക്കെ ഇങ്ങനെ എണീക്കുന്നതായിരുന്നു. പക്ഷെ ആ എക്സൈറ്റ്മെന്റ് ഞാൻ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടാണോ എന്ന് പോലും ഡൗട്ട് ഉണ്ട്. അത്രയും എനിക്ക് കൈയൊക്കെ വിറച്ച് നമ്മൾ അത്ര എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല ഒരു രീതിയിലും. ആ സിനിമ ടോട്ടലി നമ്മളവിടെ വിട്ടു, അതിന്റെ ഫെയിലിയറും അതുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ പെയിനോടെ വിട്ട് മൂവ് ഓൺ ആയി. അത് മറന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധനം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ എനിക്ക് ഇമോഷണലി സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന ഇത് ഇപ്പൊ പ്രേമിലും അത്രയും സക്സസിൽ നിൽക്കുമ്പോൾ പോലും അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ഇത് ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു. ഒറ്റ മൊമെന്റിലാണ് ഞങ്ങളുടെ റൈറ്റർ തോമസ് വിളിച്ചിട്ട് പറയുന്നത്, എടാ നിനക്ക് സ്റ്റേറ്റ് എവിടെ? അങ്ങനെ പോടാ എടാ ശരി. അപ്പൊ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളുണ്ട്. അതാണെന്ന് വിചാരിച്ചത്. ഞങ്ങളെ ലിറ്റിൽസ് റാവുത്തറിന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിക്കാണ്ട് ഞാൻ നേരെ ഫോണിൽ നോക്കിയപ്പോൾ വാട്സപ്പിൽ പോപ്പ് മെസ്സേജസ് ഇങ്ങനെ കൺഗ്രാറ്റ്സ് വരുന്നുണ്ട്. അപ്പോഴാണ് വിശ്വാസം ചെയ്തത്. അപ്പൊ ഞാൻ അറിയാണ്ട് ഈ പറഞ്ഞ നടക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി നടന്ന് താഴെ അച്ഛൻ്റെ അമ്മയുടെയും മോളുടെയൊക്കെ അടുത്ത് പോയി അങ്ങോട്ടേക്ക്. അപ്പൊ ആ സമയത്ത് മാത്രമാണ് ഒന്ന് അൺകൺട്രോൾഡ് ആയി പോയത്. ബാക്കി എല്ലാ സമയത്തും റെസ്റ്റ്. കാരണം ഷൂട്ട് അത്രയും എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. വലിയൊരു വെയിറ്റിംഗ് ആയിരുന്നു. അത് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എല്ലാവരും, പല ആൾക്കാരും ഡേറ്റുകൾ തന്നെ അല്ലേ മാറിപ്പോകുന്ന കാഴ്ചകളാവുന്ന ഒരു അവസ്ഥ വന്നായിരുന്നു. ഞാനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛനൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചു. അന്ന് രാത്രി തന്നെ നമ്മൾ അറിയുന്നത്, രാത്രി തന്നെ അറിയുവാണല്ലോ വാർത്ത, പെട്ടെന്ന് രാത്രി തന്നെ പുറത്തേക്ക് വന്നല്ലോ. എന്തായാലും ഭാഗ്യം എല്ലാം മുകളിൽ ഇരിക്കുന്നതാണ് നമ്മൾ രക്ഷിച്ചു. സ്റ്റേറ്റ് അവാർഡും വാങ്ങി അടിച്ചു പൊളിച്ച് ആ സമയത്ത് തന്നെ സ്റ്റേറ്റ് അവാർഡും പ്രഖ്യാപനവും. അപ്പൊ ഒന്നും ഈ പറഞ്ഞ അസുഖം എല്ലാം മറന്നപ്പോ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് പിന്നീട് പേരുണ്ടായിരുന്നു അല്ലേ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.